നമസ്കാരം, എൻ്റെ പേര് സ്മിത തോമസ്, കൺസൾട്ടൻറ്റ് ഒപ്റ്റോമെട്രിസ്റ്റ്, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് പ്രോഗ്രസീവ് ലെൻസസിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കണ്ണാശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽസിൽ പോകുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഒപ്റ്റോമെട്രിസ്റ്റോ അല്ലെങ്കിൽ സെയിൽസ്മാനോ ചോദിക്കും നിങ്ങൾക്ക് ഏതാണ് ലെൻസ് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ ഏത് ലെൻസായിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്, ബൈഫോക്കൽ ലെൻസസ് ആണോ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലെൻസസ് ആണോ എന്നൊക്കെ. നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ. പ്രോഗ്രസീവ് ലെൻസസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളയത്തിന് കൊടുക്കുന്ന ഒരു കറക്ഷൻ ലെൻസാണ് പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ലെൻസിൽ നമ്മൾ 3 പവറായിട്ടാണ് ചെയ്യുന്നത്. അതായത് ദൂരക്കാഴ്ചക്കുറവുള്ളവർക്ക് ദൂരത്തേക്ക് ഡിസ്റ്റൻസിൽ പവർ കൊടുക്കും. അങ്ങനെ കാഴ്ചക്കുറവുള്ളവർക്ക് അഥവാ ദൂരക്കാഴ്ചയ്ക്ക് കാഴ്ചക്കുറവൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ആ ഒരു പവർ കൊടുക്കാതെ അത് ഒഴിവാക്കി ഇടുകയാണ് ചെയ്യുന്നത്. പ്ലെയിൻ പവറായിട്ട് ഇടുവാണ്, അവർ പവർ കൊടുക്കാറില്ല. പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ്, അതായത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മളൊരു ഫോണൊക്കെ നോക്കുന്ന ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും താഴത്തെ ഭാഗത്താണ് നമ്മൾ റീഡിങ്ങിൻ്റെ പവർ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 3 വിഷനാണ് നമ്മൾ പ്രോഗ്രസീവ് ലെൻസിൽ കൊടുക്കുന്നത്. ഇതും ബൈഫോക്കൽ ലെൻസും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈഫോക്കൽ ലെൻസിൽ നമ്മൾ 2 വിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതായത് ദൂരത്തേക്കുള്ള കാഴ്ചയ്ക്കും വായിക്കാനുള്ള കാഴ്ചയ്ക്കും. പിന്നെ ബൈഫോക്കൽ ലെൻസിൽ നമ്മൾ അടിയിൽ ആ കട്ടിങ്ങിലാണ് വായിക്കാൻ പവർ കൊടുക്കുന്നത്. പ്രോഗ്രസീവ് ലെൻസിൽ നമ്മൾ 3 പവറായിട്ട് കൊടുക്കുന്നത് മൂലം തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം പ്രോഗ്രസീവ് ലെൻസസ് ആയിരിക്കും. അതുപോലെ തന്നെ ബൈഫോക്കൽ ലെൻസിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ ഒരു കുഴിവിലേക്ക് ചാടുന്ന പോലെ ഉണ്ടാവും, നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ. പക്ഷേ പ്രോഗ്രസീവ് ലെൻസിന് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ IT ഫീൽഡ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് എഴുതുക അല്ലെങ്കിൽ വായിക്കുക 2 ജോലിയും കൂടെ ഒരു അറ്റ് എ ടൈം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള യൂസേഴ്സിനൊക്കെ എപ്പോഴും പ്രോഗ്രസീവ് ലെൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യമായി വരുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ആവാനും ഏറ്റവും ഫസ്റ്റ് യൂസൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പം അഡ്ജസ്റ്റ് ആവാനും പ്രോഗ്രസീവ് ലെൻസാണ്. കാരണം നമ്മൾ ഈ ബൈഫോക്കൽ ലെൻസിൽ നമ്മൾ ആ കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കട്ടിങ് വരുന്ന ആ പോർഷനിലൂടെ മാത്രമേ നമ്മൾ റീഡിങ്ങിൻ്റെ പോർഷൻ നോക്കാവുള്ളൂ. അതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ വായിക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ വെക്കുന്നത് ശരിയായിട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. പലരും വരാറുണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് മിക്കവരും വായിക്കാറുണ്ടാവുക ആ മേളിലെ പോർഷനിലൂടെ, അതായത് റീഡിങ്ങിൻ്റെ പോർഷനിലൂടെ ആയിരിക്കില്ല വായിക്കുന്നത്. അവർ ആ മേളത്തെ ഭാഗത്തോട് വായിക്കുമ്പോഴായിരിക്കും അവർക്ക് ആ കാണാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അത് നിങ്ങളൊരു ബൈഫോക്കൽ ലെൻസ്, അതായത് അടിയിൽ കട്ടിങ് വരുന്ന ലെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ആ താഴത്തെ ഭാഗത്തോട് മാത്രം വായിക്കാൻ ശ്രദ്ധിക്കുക. പ്രോഗ്രസീവ് ലെൻസ് ആകുമ്പോൾ ആ കട്ടിങ് ഉണ്ടാവില്ല, നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ലെൻസ് ആയിരിക്കും വരിക. സിംഗിൾ വിഷൻ, അതായത് നമ്മൾ ദൂരക്കാഴ്ചക്കുറവ് മാത്രമുള്ളവർക്ക് കൊടുക്കുന്ന ലെൻസും ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദൂരക്കാഴ്ചയ്ക്ക് കുറവുള്ളവർക്ക് ആ ഒരു പവർ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ദൂരത്തേക്ക് കാഴ്ചക്കുറവുള്ളവർക്കാണെങ്കിൽ നമ്മൾ ദൂരക്കാഴ്ചയും കൊടുക്കും, അതുപോലെ തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 2 പവറും എല്ലാ പവറും കൂടെ ഒരു ലെൻസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രോഗ്രസീവ് ലെൻസും സിംഗിൾ വിഷൻ ലെൻസും തമ്മിലുള്ള വ്യത്യാസം വരിക. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവുക, പ്രോഗ്രസീവ് ലെൻസ് ആണോ നല്ലത് അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസസ് ആണോ നല്ലത്. എപ്പോഴും പ്രോഗ്രസീവ് ലെൻസിലൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ഒരു ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഏറ്റവും എളുപ്പം ബൈഫോക്കൽ ലെൻസിനേക്കാളും പ്രോഗ്രസീവ് ലെൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. താങ്ക് യു.